അൺഫോർച്ചുനേറ്റ്ലി ലെഫ്റ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം എൻട്രി പിടിക്കാൻ പറ്റില്ല. ഡോറൊക്കെ പാക്ഡ് ആണ് ഓൾറെഡി. ലേഡീസ്, ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻ്റർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് 16337 ഓഖ എറണാകുളം എക്സ്പ്രസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ അടുത്ത പാർട്ടാണ്. അപ്പോൾ നമ്മൾ അടുത്ത പാർട്ടിലേക്ക് അറിയിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 11:06 നമ്മൾ രാജ്കോട്ട് എത്തി. അപ്പുറത്തൊരു കടയുണ്ട്, അവിടെ പോയിട്ട് വെള്ളമെല്ലാം മേടിച്ച് വെക്കാം. വെള്ളമെല്ലാം മേടിച്ച് അപ്പുറത്ത് കൊച്ചുവഴിയും കയറി ഇങ്ങ് വരാം. കട വരെ പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നു. അതേ താമസിച്ചത് വണ്ടി വിട്ടു കേട്ടോ. നമ്മളങ്ങനെ രാജ്കോട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ രാജ്കോട്ട് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇപ്പുറത്തെ സൈഡല്ല കാണിച്ചതുകൊണ്ട് പുറത്തെ സൈഡ് കാണിച്ചേക്കാം. നമ്മളിവിടെ വെച്ച് വെരാവൽ ഗാന്ധിനഗർ ക്യാപിറ്റൽ ഇൻ്റർസിറ്റി കാണേണ്ടതായിരുന്നു. പക്ഷെ അവൻ ഓൺ ടൈമാണ്, നമ്മളിത്തിരി ലേറ്റാണ്. അവൻ ഓൺ ടൈമാണ്. അവൻ നേരത്തെ വന്നാലേ കാണില്ലായിരുന്നു. അവൻ ഓൺ ടൈമാണ്, അതുകൊണ്ട് അതിനെ കണ്ടില്ല. രണ്ടാമത്തെ പാലം പണിയാണ്, എന്താണെന്നറിയില്ല. എനിക്ക് സൈഡിൽ മറ്റേ സൈഡ് വാക്ക് പണിയാനുള്ള സ്ട്രക്ചറാണ് മൊത്തം കണ്ടിട്ട്. ഇനി അറ്റത്ത് പഴയ മീറ്റർ ഗേജ് പാലം കാണാം. ആർച്ച് ബ്രിഡ്ജാണത്, സ്റ്റോൺ ആർച്ച് ബ്രിഡ്ജാണ്. അങ്ങേ അറ്റത്ത് വണ്ടികൾ പോകുന്നതല്ല, ഈ റെയിൽവേ ലൈന് തൊട്ടപ്പുറത്തുള്ളത് പഴയ മീറ്റർ ഗേജ് പാലമാണത്. അതിനപ്പുറത്തുള്ളത് റോഡ് പാലമാണ്. ആജി നദി. ഇപ്പം നമ്മളങ്ങനെ രാജ്കോട്ടിൽ നിന്ന് എടുത്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് സുരേന്ദ്രനഗർ ജംഗ്ഷനിലാണ്. അതിനിടയ്ക്ക് വാങ്കാനേര നമ്മൾ സ്കിപ്പ് ചെയ്യും. വാങ്കാനേര നമുക്ക് സ്റ്റോപ്പില്ല. സുരേന്ദ്രനഗർ കഴിഞ്ഞപ്പോൾ വിരംഗമേ ഉള്ളൂ. വിരംഗം കഴിഞ്ഞാൽ പിന്നെ നേരെ അഹമ്മദാബാദാണ്. സ്റ്റോപ്പേജ് പാറ്റേൺ കൊള്ളാമുണ്ട്, അത്യാവശ്യം നല്ല സ്റ്റോപ്പേജ് പാറ്റേൺ ആണ്. അത് കഴിഞ്ഞാൽ കുറച്ചധികം സ്റ്റോപ്പുണ്ട്. പിന്നെ പിന്നെ വഡോദര, സൂറത്ത്, അങ്ക്ലേശ്വർ, എനിക്കൊന്ന് വാപ്പി ഉണ്ടെന്ന് തോന്നുന്നു, ബോയ്സറുണ്ട്, വസൈ റോഡുണ്ട്. നമ്മൾ ഏകദേശം മിഡ് നൈറ്റോടുകൂടി പൻവേലെത്തും. അപ്പോൾ നമ്മൾ ജസ്റ്റ് വാങ്കാനേർ ജംഗ്ഷനിലേക്ക് എത്താൻ പോകണം. വാങ്കാനേർ ജംഗ്ഷൻ അറിയില്ല. വാങ്കാനേർ ജംഗ്ഷൻ ഒരു ലൈൻ ലെഫ്റ്റിലേക്ക് പോകും. അത് മോർബിയിലേക്ക് പോകുന്ന ലൈനാണ്. ആ ലൈൻ ഇവിടെ നിന്ന് ഡിപ്പാർട്ടായെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് ലൈൻ നിൽക്കുന്നുണ്ട്. ലെഫ്റ്റിലോട്ട് ലൈൻ പോകുന്നത് കാണാം. ഇവിടെയൊക്കെ നിറച്ച് ഈ ടൈൽ ഇൻഡസ്ട്രീസാണ്. ടൈൽസിന് വളരെ ഫേമസ് ആയിട്ടൊരു പ്രദേശമാണിത്. ലെഫ്റ്റ് സൈഡിലോട്ടാണ് മോർബി ലൈൻ പോകുന്നതെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ട്രെയിനിനെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പോൾ അതിലോട്ട് കയറി നിന്നാണ്. അതവിടെ ട്രെയിൻ നിൽക്കുന്നുണ്ട് ഓൾറെഡി. ഇവിടെ സ്റ്റാർട്ടർ ഡേഞ്ചറിലാണ്. ഇതാണ് വാങ്കാനേർ സ്റ്റേഷനിലുള്ള എൻട്രൻസ്. വാങ്കാനേർ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ് നമ്മുടെ വെരാവൽ എക്സ്പ്രസ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല വീണ്ടും.
ഇവിടെ വെച്ച് നമ്മൾ ജബൽപൂർ വെരാവൽ എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യുന്നത്. ഇതാണ് 37355 ഇറ്റാർസി ഷെഡിൻ്റെ ഹൈ റേസ് പാൻറ്റുമാണ്. ഹൈ റീച്ചാണ് ഈ സെക്ഷൻ. ജബൽപൂർ സോംനാഥ് ജബൽപൂർ എക്സ്പ്രസ് ആണ്. വാങ്കാനേർ പോലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ജംഗ്ഷനൊക്കെ നമ്മൾ നിർത്താണ്ട് പോകുന്നത് കാണിക്കാൻ വേണ്ടി നിന്നതാണ്. ഇപ്പോൾ ക്ലിയറൻസ് ആയി തോന്നുന്നു. നമ്മൾ കയറിയപ്പോൾ നമുക്ക് റെഡായിരുന്നു. അപ്പുറത്തെ സൈഡിലൊരു ഡെമോ നിൽക്കുന്നുണ്ടായിരുന്നു. അത് മോർബി ഡെമോ ആയിരിക്കണം. നിൽക്കുകയാണെന്ന് തോന്നുന്നു ഇവിടെ ഫൈനലി. സ്റ്റോപ്പില്ലേ വണ്ടിക്ക് ഇവിടെ, പക്ഷേ മുന്നിൽ വല്ല ഫ്ലൈറ്റ് വല്ലതും പോയിട്ടുണ്ടാവും. അങ്ങേയറ്റത്തെ പ്ലാറ്റ്ഫോമുകളാണ്. അങ്ങേ അറ്റത്ത് ഈ പ്ലാസർ നിൽക്കുന്നതല്ല, അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് പ്ലാറ്റ്ഫോം നമ്പർ 1. അതാണ് നമ്മുടെ മോർബി സൈഡിലൊക്കെയുള്ള ട്രെയിനുകൾ ഉപയോഗിക്കുന്നത്. നമ്മളങ്ങനെ വാങ്കാനേറിൽ നിർത്തിയിരിക്കുകയാണ്. റെഡ് കാണുന്നത് നമ്മുടെ തന്നെയാണോ എന്നറിയില്ല, അത് അപ്പുറത്തെ ലൈൻ്റെ ആണോ എന്നറിയില്ല. റെഡോട് റെഡാണ് മൊത്തം. കുറച്ച് നേരം നിർത്തിയിട്ട് എടുത്തു. എന്തിനാണ് നിർത്തിയെന്നറിയില്ല. ഈ വാങ്കാനേർ മോർബി ഗാന്ധിധാം റൂട്ടിൽ ശരിക്കും ട്രെയിനുള്ളത് 2-3 ട്രെയിനുകൾ എല്ലാം രാത്രി ഓടുന്നത്. പകലോടുന്ന ആകെ വാങ്കാനേർ മോർബി ഡെമോ മാത്രമേ. ഡെമോ ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല. അങ്ങേ അറ്റത്താണ് ഡെമോ. ഞാൻ ഡെമോ കണ്ട് ക്യാമറ ഓൺ ചെയ്തപ്പോഴും അത് പാസ് ചെയ്തു പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ വാങ്കാനേർ ജംഗ്ഷൻ കഴിഞ്ഞു. സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിലും വണ്ടി നിർത്തിയെടുത്തു. ഇത് സ്കെഡ്യൂൾഡ് ഹോൾട്ട് ഉള്ളത് സുരേന്ദ്രനഗർ ജംഗ്ഷനിലാണ്. ഇന്ന് ക്രോസിങ്സ് ഒന്നുമില്ല. നമുക്കിനി സുരേന്ദ്രനഗർ എത്തുന്ന ഒരു ക്രോസിങ്ങും ഇല്ല. സുരേന്ദ്രനഗറിൽ വെച്ച് നമ്മൾ ഗാന്ധിനഗർ ക്യാപിറ്റൽ വെരാവൽ ഇൻട്രസിറ്റിയെ ക്രോസ് ചെയ്യും. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഡ്രൈ ആണ് റണ്ണ്. ഇങ്ങോട്ടൊക്കെ പാസഞ്ചർ ട്രെയിനുകൾ വളരെ കുറവാട്ടോ. കാര്യം ഞാനിങ്ങനെ ചുമ്മാ നമ്മൾ ഈ കണക്ടിവിറ്റി നമ്മൾ ഈ ട്രിപ്പിൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ചറപറ തപ്പി നോക്കുമല്ലോ. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോകും പാസഞ്ചർ ട്രെയിനുകളെല്ലാം തപ്പി നോക്കും. അപ്പം അങ്ങനെ പാസഞ്ചർ ട്രെയിൻസ് വളരെ കുറവ് ഇവിടെ. പിന്നെ ഇവിടുത്തെ റെയിൽവേ ഒക്കെ കൂടുതൽ ഫ്രൈറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത്. യുവമാരാണ് നമ്മൾ ഡിലേ ചെയ്തത്. ഇത് നമ്മുടെ ലഞ്ച് വന്നു കഴിഞ്ഞു. ഓൾറെഡി മണി 12:15 ഉള്ളൂ. കഴിച്ചേക്കാമെന്ന് നോക്കിയാൽ. കാര്യം നമ്മുടെ സുരേന്ദ്രനഗർ എത്താൻ കുറച്ചൊരു 25 കിലോമീറ്റർ കൂടെ ഉണ്ട്. കാരണം വെജ് താലിയും ബിരിയാണി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ബിരിയാണി പ്രിഫർ ചെയ്യാറില്ല. ഞാൻ വെജ് താലിയാണ് മേടിച്ചത്. അപ്പോൾ ചോറുണ്ട്, ചപ്പാത്തി, നല്ല ആവി പറക്കണ ചപ്പാത്തി, 2-3 ചപ്പാത്തി ഉണ്ട്, കറിയുണ്ട്. ഇതൊക്കെയാണ്. ഇതൊരു കറിയുണ്ട് ഇവിടെ ദാളുണ്ട്, ചോറുണ്ട്. ഞാനൊരു തൈര് എക്സ്ട്രാ രാജ്കോട്ടിൽ നിന്ന് മേടിച്ചായിരുന്നു. അപ്പോൾ അതും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഡോറിലേക്ക് എത്തി. ലഞ്ച് കൊള്ളായിരുന്നു കേട്ടോ. നല്ല ചൂട് പറാട്ടയായിരുന്നു. ചപ്പാത്തിയായിരുന്നു, പറാട്ടയായിരുന്നു. 3 പീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കറിക്കകത്ത് വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു പനീർ കഷ്ണം കിട്ടി. മിക്കവാറും പനീർ കറി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം കാശ് മേടിക്കാൻ വരും. പിന്നെ ദാളുണ്ടായിരുന്നു. ദാൾ നല്ല ദാളായിരുന്നു. വേറെ ഡ്രൈ വെജിറ്റബിൾസോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു തൈര് ഞാൻ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് കഴിച്ചില്ല. ഞാനത് മാറ്റി വെച്ചു. പിന്നെ ഡിന്നർ നോക്കിയിട്ട് ഇല്ലാന്നെങ്കിൽ ഡിന്നറിന് കൂടെ കഴിക്കാമെന്ന് വെച്ചു. രാത്രി വയറൊന്നും തണുത്ത് കിട്ടുമല്ലോ. ഇതൊരു ചെറിയ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഷാമരാജ് എന്നാണ് സ്റ്റേഷൻ്റെ പേര്. ചമാരജ്, ഷാമരാജ് അല്ല, ചമാരജ്. അടുത്ത സ്റ്റേഷനാണ് സുരേന്ദ്രനഗർ ജംഗ്ഷൻ. നമ്മൾ സുരേന്ദ്രനഗറിൽ അടുക്കുകയാണ്. കുറച്ചധികം നേരം ഇപ്പോൾ സ്റ്റേഷനിൽ കിടക്കാൻ വേണ്ടി.
അതായത് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇവരെല്ലാം വിരംഗം എത്തേണ്ട ഒരേ സമയത്താണ്. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വണ്ടികൾ എന്ന് പറയുമ്പോൾ ഓഖേന്ന് 2 ദിവസം, ഗാന്ധിധാമിൽ നിന്ന് 1 ദിവസം, വെരാവലിയിൽ നിന്ന് 1 ദിവസം, ഭാവ്നഗറിൽ നിന്ന് 1 ദിവസം. ഇത് നർമ്മദ കനാലിൽ നിന്നാണ് ഞാൻ ഗൂഗിൾ മാപ്പിൽ കണ്ടത്. അവിടുന്ന് പവർ ജനറേഷൻ്റെ ഫെസിലിറ്റിയാണ് തോന്നുന്നത് കണ്ടിട്ട്. പവർ ഹൗസ് ആയിരുന്നു അത്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇത്രയും വണ്ടികൾ പല സ്ഥലത്തു നിന്നായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓഖ ബൈ വീക്കിലിയും വെരാവൽ വീക്കിലിയും രാജ്കോട്ട് മുതൽ ഒരുമിച്ചാണ്. ഓഖ ബൈ വീക്കിലി, വെരാവൽ വീക്കിലിയും ഭാവ്നഗർ വീക്കിലിയും സുരേന്ദ്രനഗർ മുതൽ ഒരുമിച്ചാവും. ഭാവ്നഗർ എക്സ്പ്രസ് സുരേന്ദ്രനഗറിലേക്ക് വരില്ല, സുരേന്ദ്രനഗർ ബൈപ്പാസ് വഴിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ മുതൽ ഒരുമിച്ചാവും. അത് കഴിഞ്ഞ് ഗാന്ധിധാം നാഗർകോയിൽ വിരംഗാമിലൊന്ന് ജോയിൻ ചെയ്യും. അവിടെ മുതൽ അവർ ഒരുമിച്ചാവും. ഏതോ ഒരു ട്രെയിൻ ഓപ്പോസിറ്റ് ലൈനിൽ വരുന്നുണ്ടല്ലോ. പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിൽ ടി ടി വിളിക്കുന്നുണ്ട്. നമ്മളങ്ങനെ സുരേന്ദ്രനഗർ ജംഗ്ഷനിലേക്ക് എത്താം. ഇവിടെയും പുറത്തൊരു ലോക്കോമോട്ടീവ് പ്ലെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദ്വാരകയിൽ വരെ ഞാൻ കണ്ടത്, പക്ഷേ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ദ്വാരകയിൽ ഒരു ലോക്കോമോട്ടീവ് പ്ലെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്ത്. ഓഖയിൽ ഞാൻ കണ്ടില്ല. (19,119) എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അതായത് ഗാന്ധിനഗർ ക്യാപിറ്റൽ വെരാവൽ ഇൻ്റർസിറ്റി എക്സ്പ്രസ്. വഡോദരയുടെ 39334 ആണ് ലോക്കോ. അതന്നെ ഗാന്ധിനഗർ ക്യാപിറ്റൽ വെരാവൽ. വെരാവൾ ആണ് എഴുതിക്കുന്നത്. ലായാണ് കേട്ടോ, വെരാവൽ അല്ല, വെരാവൾ ആണ്. സോംനാഥ് ഗാന്ധിനഗർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് എന്നാണ് വണ്ടിയുടെ പേര്. പിന്നെ അപ്പുറത്തായിട്ട് കിടക്കുന്നത് ഭാവ്നഗർ പാസഞ്ചറാണ്, സുരേന്ദ്രനഗർ ഭാവ്നഗർ പാസഞ്ചർ. 12:38 നമ്മളിവിടെ എത്തി കേട്ടോ. 12:38 നമ്മൾ സുരേന്ദ്രനഗറിലെത്തി. നമുക്കിവിടെ ശരിക്കും 12:50 ടൈം. 12:50 വന്നിട്ട് നമ്മൾ ഇവിടുന്ന് 12:52 പോകേണ്ട വണ്ടിയാണ്. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട് ഇനി ഇവിടെ. നമ്മുടെ ലോക്കോ ഹൈ റൈസ് പാൻറ്റൊക്കെ പൊക്കി നിൽക്കുന്നതിന് ഒരു വിഷ്വൽ എടുത്തേക്കാന്ന് വെച്ചു. സുരേന്ദ്രൻ നമുക്ക് ലോങ് ഹോൾട്ടാണല്ലോ, എൻ്റെ ഫ്രണ്ടിൽ വന്നാൽ ഇങ്ങനെയുണ്ട്, നല്ല ഭംഗിയുണ്ടാവും. ഈ ഹൈ റൈസ് പാൻറ്റോടെ ഹൈറ്റ് കണ്ടോ, നല്ല ഹൈറ്റാണ് ഇന്ന്, നല്ല പൊക്കമാണ്. ഹൈ റൈസിന് ശരിക്കും ഹൈ റീച്ചാണ്, ഏന്തി വലിഞ്ഞ് പൊങ്ങിയാണ് പിടിച്ചിരിക്കുന്നത് അല്ലേ. ഇതാണ് നമ്മുടെ ട്രെയിൻ, ഓഖ എറണാകുളം എക്സ്പ്രസ്. നമുക്ക് നമ്മുടെ കോച്ചിലൂടെ തിരിച്ചു നടക്കാം. ഇനിയുണ്ട് 10 മിനിറ്റ്. സമയം കൃത്യം 12:52. സ്റ്റാർട്ടറായിട്ടുണ്ട്. നമ്മൾ ഏത് നിമിഷം പുറപ്പെടും. പച്ചക്കൊടി വന്നു. കുറച്ച് നേരത്തെ ലോങ് ഹോൺ അടിച്ചായിരുന്നു. അത് ഇവർക്ക് സ്റ്റാർട്ടർ കിട്ടിയ ഉടനെ ഒരു ലോങ് ഹോൺ അടിക്കും. ലോങ് ഹോൺ അടിച്ചു. ലോങ് ഹോൺ അടിച്ചാൽ കഴിഞ്ഞിട്ടും സ്റ്റാർട്ടറായി എന്നാണ്. പന്ത്രണ്ട് 52 തന്നെ പുറപ്പെട്ടു കേട്ടോ വണ്ടി. ഈ റൂട്ടിൽ വണ്ടികളുടെ എണ്ണം പൊതുവെ കുറവാട്ടോ. കാര്യം ഞാൻ ക്രോസിങ്സ് നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നും ക്രോസിങ്സ് ഒന്നുമില്ല. ഇനി അടുത്ത ക്രോസിങ് നമ്മൾ വിരംഗമിന് അടുത്തെത്തിയിട്ടേ ഉള്ളൂ. അതുവരെ നമുക്ക് ക്രോസിംഗ് ഒന്നുമില്ല. ഇവിടെ ആസൻസോൾ ഷെഡിൻ്റെ 42656 കിടക്കുന്നുണ്ട്. ആ ഹൈ റീച്ച് പാൻറ്റോൻ്റെ സൈസ് കണ്ടില്ലേ. നമ്മളങ്ങനെ സുരേന്ദ്രനഗറിൽ നിന്ന് പുറപ്പെട്ടു. ടു 352 4 വട്ടുവ ഷെഡിൻ്റെ. ഇത് സുരേന്ദ്രനഗർ ഭാവ്നഗർ പാസഞ്ചറിൻ്റെ റേക്കാണ്. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലോട്ട് പോകുന്ന ലൈനാണ് ഭാവ്നഗറിലേക്കുള്ള ലൈന്, സുരേന്ദ്രനഗർ ഭാവ്നഗർ ലൈന്. ഇവിടെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അവർ ബൈപ്പാസ് ലൈനുകൾ ആദ്യമേ തന്നെ പണിതിട്ടുണ്ട്. ഇപ്പോൾ ഈ റൈറ്റിലോട്ട് പോകുന്നു സുരേന്ദ്രനഗർ ഭാവ്നഗർ ലൈന്. ഇനിയിപ്പോൾ ഇതിനൊരു ബൈപ്പാസ് ലൈൻ ഉണ്ട്. അതായത് സുരേന്ദ്രനഗറിൽ വരാണ്ട് ട്രെയിനുകൾക്ക് പോകാണ്ട് ബൈപ്പാസ് ലൈൻ തൊട്ടപ്പുറത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഇതാണ് ബൈപ്പാസ് ലൈന്. ഇത് സുരേന്ദ്രനഗർ ബൈപ്പാസ് ലൈൻ. ഇതുവഴിയാണ് നമ്മുടെ തിരുവനന്തപുരം നോർത്ത് ഭാവനഗർ എക്സ്പ്രസ് പോകുന്നത്. TVCN ഭാവനഗർ എക്സ്പ്രസ് ഇതുവഴിയാണ് പോകുന്നത്. ഞാൻ TVCN ഭാവനഗർ എക്സ്പ്രസ്സിന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഡിസംബറിൽ എൻ്റെ ഒറിജിനൽ ബുക്കിംഗ് അതായിരുന്നു. പക്ഷേ അന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് നടന്നില്ല. അപ്പോൾ ഇനി ഞാനൊന്ന് റീപ്ലാൻ ചെയ്ത് ഞാൻ മുമ്പ് വരുന്നുണ്ട്. നമ്മൾ വിരംഗമിന് തൊട്ട് മുമ്പത്തെ സ്റ്റേഷനായ വണി റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. വണി റോഡ് നമ്മുടെ സ്റ്റാർട്ടർ ഷോപ്പാണ്. അപ്പോൾ നമ്മളിവിടെ നിർത്തും. സമയം 1:27 ആയതേ ഉള്ളൂ. നമുക്കിനിയും ഒരുപാട് സമയമുണ്ട്. ഇവിടുന്ന് കഷ്ടിച്ച് 10 കിലോമീറ്ററാണ് വിരംഗമിലേക്കുള്ളത്. നമുക്കാണെങ്കിൽ വിരംഗമിൽ എത്തേണ്ട നമ്മുടെ സമയം എന്ന് പറയുന്നത് 2:05 ആണ്. ഇത് ഇനിയും 35 മിനിറ്റിന് മേലെ ഉണ്ട് നമുക്ക് 10 കിലോമീറ്റർ ഓടാൻ. അത്യാവശ്യം സ്പീഡിൽ തന്നെ നമ്മൾ വരുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് കാര്യമായിട്ട് ഒന്നുമില്ല കേട്ടോ. നമ്മളൊന്നും ക്രോസ് ചെയ്യില്ല. നമ്മൾ സുരേന്ദ്രനഗർ വിട്ടാൽ പിന്നെ ഇങ്ങ് ഓടി വരിക എന്നില്ല. നമ്മളൊന്നിനും ക്രോസ് ചെയ്തിട്ടില്ല. ഇവിടുത്തെ കൃഷി കണ്ടോ? അത് കണ്ടിട്ട് മറ്റേ ആവണക്ക് പോലെ എന്തോ ഒരു സാധനമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അങ്ങനെ എന്തോ ഒരു ഐറ്റം തോന്നുന്നു. ഞാൻ അപ്പുറത്തുള്ള പഞ്ഞിയാന്ന് തോന്നുന്നു, വെള്ള കളർ കണ്ടിട്ട്. അറിയില്ല. ടു ഫാർ ടു അണ്ടർസ്റ്റാൻഡ്. ഇത് ഇപ്പുറത്തെ സൈഡിൽ ആ വെള്ള ചെടിയുണ്ട്. എന്താണെന്ന് ഒരു പിടിയില്ല കേട്ടോ. എന്താണെന്ന് അറിയാവുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതാണ് വണി റോഡിൻ്റെ അപ്പുറത്തെ സൈഡ്. സിഗ്നൽ തന്നു നമുക്ക് സ്റ്റാർട്ടറായി. ഇത് കഴിഞ്ഞോണം വിരംഗം ജംഗ്ഷനാണ്. അപ്പോൾ വിരംഗം ജംഗ്ഷൻ നമ്മൾ റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടാവില്ല. ഇപ്പോൾ അതായിരിക്കും ഇവിടെ നമ്മളൊന്ന് നിർത്തിയത്, ഒന്ന് ചവിട്ടിയത്. അപ്പം നമ്മളങ്ങനെ വിരംഗം എത്താറായി. വിരംഗം ഇത് ആ കാണുന്നതാണ് ഗാന്ധിധാമിൽ നിന്ന് വരുന്ന ലൈന്. ഈ നമ്മുടെ മെയിൻ കോച്ചിൻ്റെയും അപ്പുറത്തുള്ള കോച്ച് ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. അതിനിടയ്ക്കുള്ള ഡോർ അടച്ചിടുന്നില്ല. അപ്പോൾ ഹൗസ് കീപ്പിംഗുകാർ ഒന്ന് അടച്ചിട്ട് പോകും, പാൻട്രിക്കാരൊന്ന് തുറന്നിട്ട് പോകും. 49316. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ അപ്പുറത്ത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാർ ഇപ്പുറത്ത് വന്നിട്ട് ടോയ്ലറ്റിൽ വന്നിട്ട് സിഗരറ്റ് വലിക്കുകയും വേസ്റ്റ് ഇട്ടിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ടോയ്ലറ്റ് വൃത്തികേടാണ് ഇപ്പുറത്തെ. അപ്പോൾ ഇവർ ഹൗസ് കീപ്പിംഗുകാർ ഇപ്പോൾ 2 പ്രാവശ്യം ഒന്ന് വൃത്തിയാക്കിയിട്ട് പോയി. ഞാനിപ്പോൾ 2 പ്രാവശ്യം TTയോട് പറഞ്ഞു ഡോർ അടച്ചിടുന്നില്ല, ഡോർ അടച്ചിടണം എന്നുള്ളത്. എന്നിട്ടും ആക്ഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. കുറച്ചേനും കൂടെ നോക്കും, ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലയിൻ്റ് ഇടും. അപ്പോൾ നമ്മളങ്ങനെ വിരംഗം യാർഡിലെത്തി. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ വിരംഗം സ്റ്റേഷനിലെത്തും. ഈ സൈഡിൽ ക്രോസിങ് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ തന്നെ ഉണ്ട്. നമുക്കറിയാം അപ്പുറത്തൊന്നും ക്രോസിങ് ഒന്നുമില്ല, കുറേ നേരത്തിന് വണ്ടിയൊന്നുമില്ല. ഇനി ആകെ സാധ്യതയില്ല. ഇവിടെ 2:30 വരുന്ന കോയമ്പത്തൂർ രാജ്കോട്ട് എക്സ്പ്രസ് ആണ്. 2:30 വരുമ്പം എത്തുകയുള്ളൂ. മണി 2 പോലും ആയിട്ടില്ല. ഇവിടുന്ന് ഒരു WDG 4G ഹൗൾഡ് ഫ്ലൈറ്റ് ടുവേർഡ്സ് ഗാന്ധിധാം പോകാൻ നിൽക്കും. 49335. സ്റ്റേഷൻ ഇനി അങ്ങ് ഫ്രണ്ടിലാണ്. നമ്മുടെ ഹോം റെഡാണ്. അപ്പോൾ ഹൗസ് കീപ്പിങ്ങിന് ആൾ വന്നിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് പോയി. ഞാൻ കുറേ നേരമായി പ്രശ്നം തുടങ്ങി. ഇപ്പോൾ കെട്ടിയിട്ടിട്ട് പോയി. വെറുതെ ഒന്ന് ഈ സൈഡ് നോക്കാമെന്ന് വെച്ചപ്പോൾ ഇപ്പുറത്തെ ഒരു പച്ച കാണുന്നു. റൈറ്റ് അറിയണം. ഈ സമയത്ത് എക്സ്പ്രസ് ട്രെയിനുകളൊന്നും ഇല്ല. ഇനി ഇവിടെ സ്റ്റോപ്പിൽ അതായത് നോൺ സ്റ്റോപ്പ് വണ്ടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് ഫംഗ്ഷൻ എല്ലാം തോന്നുന്നു കണ്ടിട്ട്. മൊത്തം തുരുമ്പിച്ച് ഇതായിട്ട് കിടക്കുക. അതിനകത്ത് ട്രാക്കും
അവസ്ഥ നിലയിലാണ്. അതിനപ്പുറത്തൊരു DG4G കിടക്കുന്നുണ്ടോ, ഒന്നല്ല, അതിനപ്പുറത്ത് പിന്നെ ഉണ്ട് ലോക്കോ. പക്ഷെ നമുക്ക് ഈ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട് കാണാൻ പറ്റില്ല. ഡ്യുവൽ ലെവൽ SUV കാരിയർ. SUV കാരിയറാണത്. ACT2B കാർ. ഇതിൻ്റെ കോഡ് എന്താണോ? ACT2C കാർ, B കാർ. ആസാൻസോൾ 4397 കണ്ടെയ്നറാണ്. KRIL എന്ന് പറഞ്ഞൊരു മാർക്കിംഗ് ഉണ്ട് ഈ വാഗൺസിലൊക്കെ. എന്താണോ KRIL? എന്തായാലും പ്ലാറ്റ്ഫോം നമ്പർ 2-ലേക്കല്ല, 2-ൽ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട് ഇവിടെ തോന്നുന്നുണ്ട്. 3 ആയിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ വിരംഗം ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. 2-ാം നമ്പർ പ്ലാറ്റ്ഫോം, ലെഫ്റ്റ് സൈഡിലെ പ്ലാറ്റ്ഫോം. WDG4G 49339 ഗാന്ധി പുറപ്പെടുന്നു. അപ്പോൾ പ്ലാറ്റ്ഫോം കണ്ടേക്കാം. അപ്പുറത്തൊരു ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നറിൽ കിടക്കുന്നുണ്ടോ? ലോക്കോ ഇല്ല, ഇങ്ങനെ എത്തത്തെ ലോക്കോ ഉണ്ട്, ലോക്കോ ഇല്ല. അപ്പോൾ നമ്മളങ്ങനെ വിരംഗം ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 2-ലേക്ക് പ്രവേശിക്കുന്നു. നമ്മളന്ന് ഗാന്ധിധാമത്തിന് പോയപ്പോൾ, ഗാന്ധിധാം തിരുനെൽവേലി എക്സ്പ്രസ്സിന് പോയപ്പോൾ അവിടെ കറക്റ്റ് TT വന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളന്ന് ഗാന്ധിധാം തിരുനെൽവേലി എക്സ്പ്രസ്സിന് വരുമ്പോഴേ നമ്മളന്ന് പോയത് പ്ലാറ്റ്ഫോം നമ്പർ 5 കൂടെയാണ്. അങ്ങേ അറ്റത്തെ പ്ലാറ്റ്ഫോം അത്. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് വർക്ക് കിടക്കുക, പ്ലാറ്റ്ഫോം ക്ലോസ്ഡ് ആയിരുന്നു. അതുവഴിയാണ്. അപ്പം നമ്മളങ്ങനെ വിരംഗം എത്തി. സമയം ഇപ്പോൾ 2:48, 1:48, 13:48. നമ്മൾ 2:05 ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇനി നമുക്കൊരു 17 മിനിറ്റ് ഉണ്ട് ഇവിടെ. 17 മിനിറ്റ് നമ്മുടെ അറൈവൽ ടൈം ആണ്. ഡിപ്പാർച്ചർ എത്ര മണിക്കാണ് ഞാൻ നോക്കിയില്ല. കുറച്ച് നേരം നമ്മളിവിടെ ഉണ്ടാവും. നമുക്ക് ടൈം ടേബിൾ ഉള്ളതുകൊണ്ട് നമുക്ക് വിട്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിവിടെ കിടക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിലുണ്ടാകുന്ന ഫ്ലൈറ്റ് വിട്ടുപോയി. അവർക്ക് ടൈം ടേബിൾ ഇല്ല, അവർക്ക് പോകാമല്ലോ. ഇപ്പോൾ സമയം 1:57 ആയതേ ഉള്ളൂ. നമ്മൾ 2:07 വിടുന്നുള്ളൂ. 10 മിനിറ്റ് കൂടെ ഉണ്ട്. മിക്കവാറും ഫ്ലൈറ്റ് നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും ഓവർടേക്ക് ചെയ്യും. അപ്പം ഇത് മോഡിഫൈഡ് വാഗൺസ് ആട്ടോ. സാക്ഷാൽ BLCA അല്ല. സാക്ഷാൽ BLCA ആണെങ്കിൽ ഇവിടെ CBC കപ്ലർ ഉണ്ടാവില്ല. ഇവിടെ മറ്റേ പെർമനൻറ്റ് കപ്ലർ ഉണ്ടാവും. അതിലിപ്പോൾ CBC എവിടെ ഉള്ളത്? എല്ലാവരും ഇറങ്ങിപ്പോയി. അതാണ് വിരംഗം സ്റ്റേഷൻ. ഈ കാണുന്നതാണ് വിരംഗം സ്റ്റേഷൻ. സ്റ്റേഷൻ കെട്ടിടത്തിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് പണിത് വരുന്നുണ്ട്, കോട്ടയൊക്കെ പോലെ. മീൻവെൽ ഓപ്പോസിറ്റ് സൈഡിൽ ബോണ്ടയുടെ ഒരു വാഗൺ 9 കയറി വരുന്നുണ്ട്. വാഗ് 7 എന്ന് പറയുന്നത് വാഗൺ 9 കയറി വരുന്നുണ്ട്. 846. ഇത് BCNHL വാഗൺസാണ്. ബിഫോർ ടൈമൊക്കെ വന്നതായിരുന്നു. ബിഫോർ ടൈമൊക്കെ ഇവിടെ വന്ന് കിടന്നു വന്നത്. ഇപ്പം മണി 2:10 2:07 നമ്മുടെ ഡിപ്പാർച്ചർ ടൈം. 2:10 ഇതുവരെ നമുക്ക് സ്റ്റാർട്ടർ ആയിട്ടില്ല. രണ്ട് 10 സ്റ്റാർട്ടറായി. 3 മിനിറ്റ് ലേറ്റാണ്. 3 മിനിറ്റ് ലേറ്റാണ്. കൊടിയും വീശി കഴിഞ്ഞു കേട്ടോ. എനിക്ക് തോന്നുന്നു ഗാർഡിനോട് ഓൾറെഡി പറഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ അഡ്വാൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞൊരു ഗേറ്റ് ഉണ്ട്. ഇപ്പോൾ ഗേറ്റ് ക്ലോസ് ആയിട്ടുണ്ടാവില്ല, അതായിരിക്കും സംഭവം. മണിപ്പോൾ 2:11 നമ്മൾ അണങ്ങി തുടങ്ങിയപ്പോൾ. റെയിൽവേ ക്ലോക്ക് 2:10 തന്നെ കേട്ടോ. ഒരു 22810 വട്ടുവേട് കിടക്കുന്നുണ്ട്. ഇത് വിരംഗം മഹേസന പാസഞ്ചറിനെയാണ്. അപ്പോഴത്തെ 49036 റോസയുടെ WDG4 കിടക്കുന്നു. അതിപ്പോൾ ഒരു ഫ്ലൈറ്റുമായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ വിരംഗമിൽ നിന്ന് പുറത്തിറങ്ങി.
ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മഹേസനയിലേക്ക് പോകുന്ന റെയിൽവേ ലൈൻ ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ വിരംഗം മഹേസനയിലേക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് അങ്ങനെ പോയിട്ട് മഹേസന എന്ന് പറയുന്നത് നമ്മുടെ സാബർമതിയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോകുന്ന റൂട്ടാണ്. ഇവിടെ എക്സ്ട്രീം ലെഫ്റ്റിലുള്ള ലൈനാണ് മഹേസനയിലേക്ക് പോകുന്നത്. ഇതങ്ങ് ദൂരെ ലൈന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകുന്ന കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. അതാണ് മഹേസന ലൈൻ. നമുക്ക് ഈ ആക്ഷൻ ക്യാമറ ഉണ്ട്, നമുക്ക് സൂം വളരെ ലിമിറ്റഡ് ആട്ടോ. റൈറ്റ് സൈഡിൽ ഒരു ഫ്രൈറ്റ് വരുന്നുണ്ട്. ഞാൻ എന്നാൽ പതുക്കെ പോയിട്ട് ആ ഫ്രൈറ്റ് ഒന്ന് പിടിച്ചേക്കട്ടെ. ഈ ക്ലാസ് സാധനമുള്ള വരുന്ന ബീം WDG5 നമ്മുടെ ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച തന്നെ ഒരു ഹൈ ഇത് സാധനമാണ്. എന്താ പറയുക, ഹൈ ഹോഴ്സ് പവർ ഡീസൽ ലോക്കമാണ് സംഭവം. പക്ഷേ ഇത് അധികം പണിതില്ല, ഇത് വളരെ കുറച്ച് പണിതുള്ളൂ. ഇതിന് എന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നുകൊണ്ട് അവർ നിർത്തലാക്കി. 5001 ലോക്കോ നമ്പർ WDG5 സാബർമതി ഷെഡിൻ്റെയാണ്. ഇത് മറ്റേ ഇതായിരുന്നു നമ്മുടെ EMD ബേസ്ഡ് ആയിരുന്നു. ഇത് EMDയുടെ ഒരു ഡെറിവേറ്റീവ് ആയിരുന്നു. വളരെ കുറച്ചെണ്ണേ പണിതിട്ടുള്ളൂ. അതിലൊരെണ്ണം ആയിരുന്നു. അത് കാണാൻ പറ്റിയത് വളരെ സന്തോഷം. ഞാൻ ഈ റൂട്ടിൽ നിന്ന് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇതുവരെ ഇത് കണ്ടു, നന്നായി. അതാ വിരംഗം മഹേസന ലൈൻ തിരിഞ്ഞു നമുക്ക് കണ്ടോളൂ. അങ്ങനെ വിരംഗം മഹേസന ലൈൻ, ഈ ലൈൻ അങ്ങനെ ഇവിടെ മഹേസന പോയി കയറും. മഹേസനയിൽ വെച്ച് ഇത് സാബർമതി നമ്മുടെ ഫാൽന ആബു റോഡ് ആ ലൈനിലേക്ക് പോയി മോചാവും. അവിടുന്ന് അങ്ങനെ അത് മാർവാർ ജംഗ്ഷൻ, അവിടുന്ന് അജ്മേർ, ജയ്പൂർ, അല്ലെങ്കിൽ മാർവാർ ജംഗ്ഷൻ തിരിഞ്ഞാൽ ജോധ്പൂർ, അങ്ങനെയൊക്കെ പോകാൻ പറ്റും. ഭാരത് ബെൻസിൻ്റെ ഒരു ഹെവി ഐറ്റം. നമ്മളിപ്പോൾ അധികം താമസിയാതെ കോയമ്പത്തൂർ രാജ്കോട്ട് എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും. അതായത് സദേൺ റെയിൽവേ ട്രെയിൻ മീറ്റിംഗ് സദേൺ റെയിൽവേ ട്രെയിനാണ്. കോയമ്പത്തൂർ രാജ്കോട്ട് എക്സ്പ്രസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഈ ട്രെയിൻ ഉണ്ടല്ലോ, ഈ കൊച്ചിൻ രാജ്കോട്ട് എക്സ്പ്രസ് ആയിരുന്ന വണ്ടി. കൊച്ചിൻ അഹമ്മദാബാദ് എക്സ്പ്രസ്സും പിന്നീട് കൊച്ചിൻ രാജ്കോട്ടായി തിരുവനന്തപുരം രാജ്കോട്ടും ഉണ്ടായിരുന്നു. ആ വണ്ടികൾ കൊങ്കൺ റെയിൽവേ റൂട്ടിലേക്ക് മാറ്റിയതിന് കോമ്പൻസേഷനായിട്ട് കോയമ്പത്തൂരിന് കിട്ടിയൊരു വണ്ടിയായിരുന്നു കോയമ്പത്തൂർ രാജ്കോട്ട് എക്സ്പ്രസ്. ഇത് പഴയ കൊച്ചിൻ രാജ്കോട്ടിന് അതേ ഇതിലാണ് ഓടുന്നത്, അതേ എന്താ പറയുക റൂട്ടിലാണ് ഓടുന്നത്. എനിക്കൊന്ന് ടൈമും സെയിം ആണെന്ന് തോന്നുന്നു. ബേസിക്കലി അവിടുന്ന് കോയമ്പത്തൂരിൽ നിന്ന് തുടങ്ങി സേലം, ബംഗാർപേട്ട, കൃഷ്ണരാജപുരം, അതുപോലെ ധർമാവരം, ഗുത്തി, ഗുന്തക്കൽ, റായ്ചൂർ, വാടി, പൂനെ, അങ്ങനെ വസൈ റോഡ്, വഡോദര, അഹമ്മദാബാദ്, വിരംഗം, സുരേന്ദ്രനഗർ, രാജ്കോട്ട്, അങ്ങനെ പോകുന്ന ട്രെയിനാണത്. നമുക്ക് റെഡ്, എനിക്കത് നേരത്തെ പോയ ഫ്ലൈറ്റ് സ്റ്റേഷനോട് കയറിയിട്ടില്ലാന്ന് തോന്നുന്നു. ഈ കാണുന്ന ഗോതമ്പാണെന്ന് തോന്നുന്നത്. അരി പോലെ തോന്നുന്നില്ല എനിക്ക് കണ്ടിട്ട്. എനിക്കറിയില്ല, നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം, ഇത് അരിയാണോ ഗോതമ്പാണോ എന്ന്. ഇന്ന് ഫ്ലൈറ്റ് കുറവാണെന്ന് പറഞ്ഞതിൻ്റെ കോമ്പൻസേഷൻ ഇതാ വരുന്നൊരു ഫ്ലൈറ്റ് വാക് 12B 60125. ഇത് ലോഡഡാ, നല്ല മണം വരുന്നുണ്ട്. ഇത് കനാലാണ്, ഏതോ ഡാമിൽ നിന്ന് വെള്ളം വരുന്ന കനാലാണ്. നല്ല വൃത്തിയായിട്ട് സൈഡ് കെട്ടിയിരിക്കുന്നുണ്ടല്ലേ. വെള്ളമുണ്ട്, വെള്ളം ഒഴുകുന്നുണ്ട്. ഇപ്പോൾ ഡാം തുറന്നിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അപ്പുറത്തൊരു ഹൈവേ ഉണ്ട്, വണ്ടികൾ പോകുന്ന കാണാം. നർമ്മദ ബ്രാഞ്ച് നഹർ. നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ രാജ്കോട്ട് എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും, കോയമ്പത്തൂർ രാജ്കോട്ട് എക്സ്പ്രസ്സിന്. ആ വണ്ടിക്ക് ഒരു ട്രിപ്പ് ചെയ്യണം. പക്ഷെ ഞാൻ രാജ്കോട്ട് കോയമ്പത്തൂർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കോയമ്പത്തൂർ ടു രാജ്കോട്ട് പോയി കാണാം. ഞാൻ ഈ
വണ്ടിക്ക് രാജ്കോട്ട് കോയമ്പത്തൂർ പോകുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ വണ്ടിക്ക് പാൻട്രി കാറില്ല. പാൻട്രി കാർ ഇല്ലാത്തൊരു നെഗറ്റീവാണ്. പാൻട്രി കാറില്ല, അതാണ് ഒരു പ്രശ്നം. ഹിന്ദുസ്ഥാൻ ഗം ആൻഡ് കെമിക്കൽസ്. സാണന്ദ് സ്റ്റേഷനാണ്. സാണന്ദ്. ഈ വണ്ടിയിൽ വടപ്പാവ് വരുന്നുണ്ട്, കട്ട്ലറ്റ് വരുന്നുണ്ട്, പരിപ്പോട വരുന്നുണ്ട്. ഈ പോയി നാളെ പഴംപൊരി വരും, ഉറപ്പാണ്. പിന്നെ അത് കാറ്ററിങ് ചിലവരുടെ യൂണിഫോമിൽ സിംഗ് കാറ്ററേഴ്സ് ആൻഡ് വെൻഡേഴ്സാണ്, ചിലതിൽ നമ്മുടെ പ്രിയപ്പെട്ട ബൃന്ദാവനാണ്. ഇതിപ്പോൾ ശരിക്കും ആരാന്നറിയില്ല. ഈ മുകളിൽ കൂടെ പോകുന്നത് വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ ലൈനാണ്. അതിലേക്ക് പോകാൻ ഒരു ഇൻ്റർ കണക്ഷൻ ലൈനാണ് ഈ പോകുന്നത് താഴെ കൂടെ. ഇതേപോലെ ഒരു ഇൻ്റർ കണക്ഷൻ ലൈന് മോളിൽ നിന്ന് താഴോട്ടും വരുന്നുണ്ട്. അത് ഡബിൾ തന്നെ, അല്ല അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരെണ്ണം കൂടി ഉണ്ട്. അത് എനിക്കൊന്ന് സിംഗിൾ ലൈന്, ബൈ ഡയറക്ഷൻ സിംഗിൾ ലൈനാണ് തോന്നുന്നത് ഇവിടെ ഉള്ളത്. അത് ഇവിടെ പോകുന്നുണ്ടോ? മുകളിലുള്ളത് വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് WDFCയുടെ ലൈനാണ്. താഴെ കൂടെ ഒരു ഇൻ്റർ കണക്ഷൻ ലൈൻ പോകുന്നുണ്ടോ നിങ്ങൾ? ഇതൊരു ഡയമണ്ട് ഇൻ്റർചേഞ്ചാണ്. കാര്യം സാറ്റലൈറ്റ് കാണുമ്പോൾ ഒരുമാതിരി ഡയമണ്ട് ഷേപ്പിലാണ്. കാര്യം ഇതേ സംഭവം ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട്. ഞാൻ അത് അങ്ങോട്ട് പോകുന്നത് വരാവൽ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹൈ റൈസ് പാൻറ്റോ സെക്ഷൻ തീരാറായി. ഇനി പതുക്കെ OHC താന്ന് വന്ന് സാധാരണ പാൻറ്റോയിലേക്ക് മാറും, സാധാരണ ഹൈറ്റിലേക്ക് മാറും. പിന്നെ അത് തന്നെയാണ് നമുക്ക് ഇനി എണ്ണം. ഇപ്പോൾ താന്ന് വന്നിട്ടുണ്ട്, താന്ന് വരുന്നുണ്ട്. വളവൊന്നും ഇല്ലാത്തതുകൊണ്ട് ലോക്കോ കാണാൻ പറ്റുന്നില്ല. ഏറോഡ് സ്റ്റേഷനിലോട് കിടക്കുകയാണ്. നല്ല പഴയ സ്റ്റൈൽ വീടുകൾ. ചാന്തോടിയ ഓപ്പോസിറ്റ് ലൈനിലെ സ്റ്റേഷനാണ് കാണുന്നത്. ചാന്തോടിയ C ആണ് കാണുന്നത്. പോയത് അത് നമ്മുടെ ഭാവനഗർ സൈഡിൽ വരുന്നൊരു ലൈനാണ്. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ മിസ്സായിരുന്നു. ഇപ്രാവശ്യം മിസ്സായതുകൊണ്ട് കാത്തു നിന്നിട്ട് വീണ്ടും പകുതി മിസ്സായി. അത് ഗാന്ധിഗ്രാം എന്ന് പറഞ്ഞ സ്റ്റേഷൻ വഴി പോയിട്ട്, ഗാന്ധിഗ്രാം എന്ന് പറഞ്ഞ സ്റ്റേഷൻ വഴി വന്നിട്ട് അങ്ങനെ വന്ന് കറങ്ങി സാബർമതി കയറി വരുന്നൊരു ലൈനാണത്. അപ്പം അങ്ങനെ നമ്മൾ സാബർമതിയിലേക്ക് എത്തുകയാണ്. സാബർമതിയുടെ ഹോം സിഗ്നൽ ആയിരുന്നു തോന്നുന്നത്. ഇവിടുന്ന് ഒരു ലൈനിൽ ലെഫ്റ്റിലോട്ട് സാബർമതി യാർഡിലേക്ക് പോകും. സാബർമതി F ആണ്. ഈ ലൈനുകൾ സാബർമതി യാർഡിലേക്കാണ് പോകുന്നത്. അതായത് അവിടെ ഫ്രൈറ്റിന് വാഗൺ മെയിൻ്റനൻസ് ഷെഡും ലോക്കോ ഷെഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ലൈനുകൾ അങ്ങോട്ടാണ് പോവുക.
ഇപ്പോൾ ഇവിടുന്ന് നേരെ മറ്റേ ലൈനിലോട്ട് പോകാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ, അറിയില്ല കേട്ടോ. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വിവരമില്ല. അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരെങ്കിൽ ഒന്ന് ദയവായി താഴെ കമൻറ്റ് ഇടണേ. ഞാൻ മാപ്പ് നോക്കിയിട്ട് എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാണ് സ്ഥലം. നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ഈ സൈഡ് തന്നെ കാണാം. ഈ സൈഡ് ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഗാന്ധിധാം എക്സ്പ്രസ് വീഡിയോന്. സ്ഥലത്ത് എപ്പോഴും മൊത്തം ഫ്ലൈറ്റ് ലോ കോസ്റ്റ് ആട്ടോ. അത് ചറപറ ഫ്ലൈറ്റ്. അത് നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടൊരു വാഗൺ മെയിൻ്റനൻസ് ഷെഡ് ഉണ്ട്. കാരണം അതിനകത്ത് ആ വീലുകൾ കിടക്കുന്നുണ്ട്. അങ്ങ് അറ്റത്തൊരു വന്ദേ ഭാരത് കിടപ്പുണ്ടായിരുന്നു സാബർമതി BG സ്റ്റേഷനിൽ. സാബർമതി ഷെഡിൻ്റെ G9 ആണ്. ഇപ്പോൾ ഇത് ഗാന്ധിധാമിൻ്റെ ഒരു DG4G ഗുണ്ടക്കൻ്റെ ലോക്കോ. ഗാന്ധിധാമിൻ്റെ വീണ്ടും ഒരു DG4G. ഇപ്പോഴത്തെ പിൻ WAG9s. അതിൻ്റെ അപ്പുറത്ത് മറ്റേ വേവി ആയിട്ടുള്ള റൂഫ് സ്ട്രക്ചർ കാണുന്നതാണ് സാബർമതി BG സ്റ്റേഷൻ. സാബർമതി BG സ്റ്റേഷനും സാബർമതി ജംഗ്ഷൻ സ്റ്റേഷനും നമ്മളിപ്പോൾ കയറാൻ പോകുന്ന സാബർമതി ജംഗ്ഷൻ സ്റ്റേഷനാണ്. സാബർമതി BG സ്റ്റേഷനും സാബർമതി ജംഗ്ഷൻ സ്റ്റേഷനും ഇടയ്ക്കാണ് ഹൈസ്പീഡ് റെയിൽവേ സ്റ്റേഷൻ, അത് ബുള്ളറ്റ് ട്രെയിനിൻ്റെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നമ്മളിപ്പോൾ കയറാൻ പോകുന്ന സാബർമതി ജംഗ്ഷൻ സ്റ്റേഷനിലേക്കാണ്. നമുക്ക് സ്റ്റോപ്പില്ല, റൺ ത്രൂ ആയിരിക്കണം. അങ്ങ് പൊക്കത്തിലിട്ട് ആ ഒരു പോക്കോഴിൽ കാണുന്നുണ്ടോ? അത് ടോറൻറ്റ് പവറിൻ്റെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഇതാണ്. പവർ ജനറേഷൻ യൂണിറ്റിൻ്റെ പുകക്കുഴലാണ്. നമ്മളിവിടെ വെച്ചൊരു NMG റേക്കിന് ഓവർടേക്ക് ചെയ്യണം. നമ്മൾ നിൽക്കില്ല, കറക്കും. ഈ മുകളിൽ കാണുന്ന പാലമില്ലേ, ആ കാണുന്ന പാലം, ഈ പാലം നേരെ സാബർമതി BG സ്റ്റേഷനിലേക്ക് കണക്ട് ആണ്. അപ്പോൾ സാബർമതി ജംഗ്ഷൻ സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് സാബർമതി ബീച്ചിലിടാം. കണക്ഷൻ കൊടുത്തിട്ടില്ല, പണി നടക്കുന്നുണ്ട്. കണ്ട, കണക്ഷൻ കൊടുത്തിട്ടില്ല. കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നേരെ അപ്പുറത്ത് ഇറങ്ങാൻ പറ്റും. ഇതാണ് സാബർമതി ജംഗ്ഷൻ സ്റ്റേഷൻ. അപ്പുറത്തെ പ്ലാറ്റ്ഫോം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു, നമ്മുടെ വെരാവൽ എക്സ്പ്രസ് വീഡിയോയിൽ. മുകളിലുള്ള OWG ഓപ്പൺ വെബ് ഗാർഡർ പാലം അത് മെട്രോൻ്റെയാണ്, അഹമ്മദാബാദ് മെട്രോൻ്റെ. അഹമ്മദാബാദിൽ 2-3 പ്രാവശ്യം വന്നെങ്കിലും എനിക്ക് മെട്രോ ഇതുവരെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഒരു പ്രാവശ്യം വീണ്ടും വരുന്നുണ്ട് അഹമ്മദാബാദിൽ. അപ്പോൾ നമുക്ക് മെട്രോയും ഇവിടെ ലോക്കൽ ബസ്സും ഒക്കെ ട്രൈ ചെയ്യണം. ഇതാണ് സാബർമതി ജംഗ്ഷൻ. 32256 WAG9 കാൺപൂർ ഷെഡിനെയാണ്. ഇവനെ മെയിൻ ലൈനിലിട്ടുകൊണ്ട് നമ്മൾ ലൂപ്പ് വഴി കയറി ഇറങ്ങി പോകേണ്ടി വന്നു. കുഴപ്പമൊന്നുമില്ല. ഇവിടെ നടുക്കായിട്ടാണ് നമ്മുടെ ഹൈസ്പീഡ് റെയിൽവേ ലൈനിൻ്റെ സ്റ്റേഷൻ വരുന്നത്. എക്സ്ട്രീം റൈറ്റിലുള്ളതാണ് സാബർമതി BG സ്റ്റേഷനിൽ വരുന്ന ലൈനാണ്. നമ്മൾ ഈ പാലത്തിൻ്റെ ഈ സൈഡ് നമ്മൾ കണ്ടിട്ടേ ഇല്ല ഇതുവരെ. എല്ലാ പ്രാവശ്യവും അപ്പുറത്തെ സൈഡാണ് കാണിക്കുന്നത്. ഇതിപ്പം 4ാമത്തെ പ്രാവശ്യം 5ാമത്തെ പ്രാവശ്യമാണ് ഞാൻ സാബർമതി പാലം കിടക്കുന്നത്. പക്ഷേ ഇതിന് മുമ്പിലത്തെ 4 പ്രാവശ്യവും ഞാൻ അപ്പുറത്തെ സൈഡാണ് കാണിച്ചത്. അഞ്ചാമത്തെ പ്രാവശ്യം വീഡിയോയിൽ പാസ് ചെയ്യുന്നത്. ഞാൻ അതിനു മുമ്പ് അല്ലാണ്ട് ഇരുട്ടത്ത് പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഇപ്പോഴത്തെ സൈഡിൽ റീഡെവലപ്മെൻറ്റ് വർക്ക് നടക്കുന്നതേ ഉള്ളൂ. അതായത് സർക്കാരിനെ കൊണ്ട് കാശ് മുടക്കി ഈ റിവർ ഫണ്ട് റീഡെവലപ്പ് ചെയ്ത് വൃത്തിയായി നന്നാക്കി കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്
ആൾക്കാരാണ്. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് ഒരു സമഗ്ര സിവിക് സെൻസിൽ ചേഞ്ചാണ് വേണ്ടത്. കാണുന്ന സ്ഥലത്ത് വേസ്റ്റ് ഇടാണ്ടിരിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഞാൻ സോംനാഥിൽ പോയപ്പോൾ സോംനാഥ് സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി, സോംനാഥ് അമ്പലത്തിന് പുറത്തിറങ്ങിയിട്ട് ഞാൻ എൻ്റെ ലഗേജ് എടുക്കാൻ വേണ്ടി ലോക്കർ റൂമിനവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ 2 പെൺകുട്ടികൾ, ഒരു 20 വയസ്സ് 22 വയസ്സൊക്കെ തോന്നിക്കും. കണ്ടിട്ട് നല്ല അഭ്യസ്തവിദ്യരാണ്. 2 പേരും അവിടെ ഒരു സ്ട്രീറ്റ് സൈഡ് വെണ്ടർ അടുത്തുനിന്ന് ഐസ്ക്രീം മേടിച്ചിട്ട് കവർ അങ്ങനെ പൊളിച്ച് താഴെ ഇട്ടിട്ട് അങ്ങ് നടന്നു പോവാം. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സിവിക് സെൻസിൽ ചേഞ്ച് ആദ്യം നമ്മൾ വരുത്തണം. എന്നാൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ അഹമ്മദാബാദ് ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. കുറച്ച് ദൂരം കൂടി ഉണ്ട് സ്റ്റേഷനിലേക്ക്, തൊട്ടടുത്തൊന്നും അല്ല സ്റ്റേഷൻ, കുറച്ച് ദൂരം കൂടി ഉണ്ട്. NTS പ്രകാരം നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 5 പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലെഫ്റ്റിലത്തെ ലൈൻ വഴി ട്രെയിൻ ഓടിക്കാറില്ല എന്നൊരു സംശയം. മൊത്തം തുരുമ്പിച്ചിരിക്കുക ലൈന്, ട്രെയിൻ ഓടിയ ലക്ഷണമേ ഇല്ല അതുവഴി. റൈറ്റ് സൈഡിലൊരു WDS 6 ഷണ്ടറുണ്ട്. സബർമതി ഷെഡിൻ്റെ WDS 6. ഈ WDS 6 YDM 4 അതേ പവർ പാക്ക് ആയിരിക്കുന്നത്. ഇവിടെ എക്സ്ട്രീം റൈറ്റ് സൈഡിൽ കാണുന്ന അഹമ്മദാബാദിൻ്റെ പഴയ കോച്ചിങ് ഡിപ്പോ, പഴയ കോച്ചിങ് കോംപ്ലക്സ് ആണ്. പിറ്റ് ലൈൻസ് ഇപ്പോഴും ഉണ്ട്. എനിക്കൊന്നും ചില സ്പെയർ കോച്ചസ് ഇവിടെ കൊണ്ട് മെയിൻറ്റെയിൻ, അത് പാർസൽ അൺലോഡിങ്ങിനാണ് ഉപയോഗിക്കുന്നത് അറിയില്ല. കുറേ ഉണ്ട് ഇവിടെ, ഏകദേശം 3-4 പിറ്റ് ലൈൻ ഞാൻ കണ്ടു. നമ്മൾ ഈ യാർഡിൽ ഒരു അറ്റാത്തേക്ക് പോവാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനൊരു അറ്റാത്തേക്കാണ് പോയത്. റോഡ് നമ്പർ 11 എന്നാണ് കാണിച്ചത്. പ്ലാറ്റ്ഫോം നമ്മുടെ സൈഡിൽ വന്നാൽ മതിയായിരുന്നു, അതാണ് എൻ്റെ ഒരു ആഗ്രഹം എപ്പോഴും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ സൈഡിൽ തന്നെയായിരുന്നു വന്നത്. ഇങ്ങനെ വന്നിട്ട് റൈറ്റിലോട്ട് കയറി വരിക. ഇത് ഏതാണോ പ്ലാറ്റ്ഫോം? ഞാൻ പറഞ്ഞില്ലേ, NTS പ്ലാറ്റ്ഫോം നമ്പർ 5 എന്നാണ് കാണിക്കുന്നത്. ഇപ്പുറത്തെ തന്നെ പ്ലാറ്റ്ഫോം, ഇപ്പം തന്നെ പ്ലാറ്റ്ഫോം ഒരു വലിയ ആൾക്കൂട്ടം ചെയ്യുന്നുണ്ട് അവിടെ. അതൊന്നും നമ്മുടെ വണ്ടിക്ക് കയറാനുള്ളതാണ്. ഇവിടെ ഒരുപാട് പേര് ഇറങ്ങാനുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അഹമ്മദാബാദ് സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 5 എത്തി. സമയം ഇപ്പം 3:20, വണ്ടി ഒരു 5 മിനിറ്റ് ലേറ്റാണ്. അടുത്ത കടകളൊന്നും തോന്നുന്നില്ല. ഇന്നലെ നമ്മൾ എത്തി. ഇവിടെ നല്ല തിരക്കുണ്ട്. ഇവിടെ നിന്നാണ് വണ്ടി ഫുള്ളാവുക. ഇവിടെ നിന്ന് വണ്ടി ഫുള്ളായിരിക്കും. ഇപ്പുറത്ത് ഇറങ്ങുന്ന പ്ലാറ്റ്ഫോം നമ്പർ 6 അല്ല, ഇത് 6, അതിനപ്പുറത്തെ 7, അതിനപ്പുറത്ത് 8. മൊത്തം 8 പ്ലാറ്റ്ഫോം ഒന്നും ഫങ്ഷണലായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നമ്മുടെ 7-ലായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഹംസഫറിന് വന്നപ്പോൾ. നമ്മളിപ്പോൾ കിടക്കുന്ന 5-ലാണ്. പിന്നെ അപ്പം തന്നെ പ്ലാറ്റ്ഫോം നമ്പർ 4. അപ്പോൾ അഹമ്മദാബാദ് ജംഗ്ഷനിൽ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. സമയം 3:34. അതിൻ്റെ അത്യാവശ്യം ലേറ്റാണ്. ആ കിടക്കുന്ന ഗുജറാത്ത് എക്സ്പ്രസ് ആണ്, മുംബൈ സെൻട്രൽ അഹമ്മദാബാദ്.
വൈകുന്നേരം 6 മണിക്ക് പോകേണ്ട വണ്ടിക്ക് 6 മണിക്ക് വരേണ്ട വണ്ടിയുടെ ഒക്കെ ഒരു പ്ലാറ്റ്ഫോം നമ്പർ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ. നമ്മുടെ നാട്ടിൽ 3:30 വരേണ്ട വണ്ടിയുടെ പ്ലാറ്റ്ഫോം നമ്പർ അവർ 3:10 അനൗൺസ് ചെയ്തു. ഇവിടെ ഇത്ര നേരത്തെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക അവർ. എന്തോ ആണ് കഥ. നമ്മളങ്ങനെ അഹമ്മദാബാദ് ജംഗ്ഷനിൽ പുറത്തോട്ട് ഇറങ്ങുന്നു. ഫോൺ മോഷണം ഉള്ളതുകൊണ്ടെന്ന് തോന്നുന്നു. പോലീസുകാരായിരുന്നു പ്ലാറ്റ്ഫോം മൊത്തം. ദൂരെ കാണുന്നതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1. സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റ് വർക്ക് നമുക്ക് കാണാം. നല്ല പൊക്കത്തിൽ സ്റ്റേഷൻ പണിത് പോകുന്ന കണ്ടോ. അഹമ്മദാബാദ് വഡോദര സെക്ഷൻ ഈ ഡയറക്ഷനിൽ, പ്രത്യേകിച്ച് ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ആനന്ദ് വരെയുള്ള സ്ട്രെച്ച് എനിക്കൊന്ന് കവർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. പതിവ് പോലെ ട്രെയിനിൽ കയറി അഹമ്മദാബാദിൽ നിന്ന് ആൾക്കാർ കയറി ഉടൻ ലോവർ ബർത്തിൽ വെച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. നടക്കുന്ന കാര്യമല്ല, ഞാൻ എക്സ്ചേഞ്ച് ചെയ്യില്ല. കാര്യം ഞാൻ 2 മാസം മുമ്പ് നേരത്തെ കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ലോവർ കിട്ടാൻ വേണ്ടിയാണ്. സ്റ്റേഷൻ്റെ ഇപ്പുറത്തെ സൈഡ് ബാറ്ററി വളരെ പെട്ടെന്ന് താഴുന്നുണ്ട്. ചൂടിൻ്റെയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ നല്ല ചൂടായിട്ടോ. ഞാൻ അവിടെ ഇന്നലെ മിനിങ്ങാന്നൊക്കെ വേരാവൽ സൈഡിലൊക്കെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു, വലിയ ചൂടുണ്ടായിരുന്നില്ല. ഇങ്ങോട്ടത്തേക്ക് നല്ല ചൂടായി. ഇതാണ് നമ്മുടെ ഹൈ സ്പീഡ് റെയിൽവേ ലൈന്. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് തിരിച്ച് കയറുന്നു. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ ആ ലോക്കോസ് ഡീസൽ ലോക്കോസ് കിടക്കുന്നില്ലേ, അതാണ് കങ്കാരിയ യാർഡ്. അവിടെയാണ് മറ്റേ ഇത് നമ്മുടെ അതിനെന്താ പറയുക, കോച്ചിങ് ഡിപ്പോ. അത് അങ്ങേ അറ്റത്ത് പുതിയ ലൈൻ ലേ ചെയ്ത് പോകുന്നുണ്ട്. അത് അഹമ്മദാബാദ് സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റ് പാർട്ടായിട്ട് ഉള്ളിലേക്ക് പോകുക ലൈനുകൾ. അവിടെ ഇങ്ങനെ പ്ലാറ്റ്ഫോം മറ്റേ 9-10 അവിടെ വരും തോന്നുന്നു. 9-10 ക്ലോസ്ഡാണ് എൻ്റെ അറിവിൽ. അത് അവിടെ റീഓപ്പൺ ചെയ്ത് അവിടെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് തിരിയുമ്പോൾ പുറത്തേക്ക് വരുന്ന കണ്ടോ പോയിൻറ്റ്സ് കിടക്കുമ്പോൾ. ഈ ഇടയ്ക്കലത്തെ ഡോറ് വീണ്ടും ഓപ്പണായി കിടക്കുകയാണ്. അതായത് നമ്മുടെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ ലിനൻ സ്റ്റാഫ് അവർ കൂട്ടിയിട്ടിട്ട് വരും. പുറകെ പാൻട്രിക്കാർ വന്ന് തുറന്നിട്ട് പോകും. എന്നിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ആൾക്കാർ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഇപ്പുറം മൊത്തം വൃത്തികേടാക്കി ഇവിടെ വന്ന് ഡോറിലിരിക്കുക. അങ്ങനത്തെ പരിപാടിയാണ്. AC കോച്ച് ആൾക്കാർ എടുക്കുന്ന സെക്യൂരിറ്റിയും കൂടി വേണ്ടിയാണ്. ഇപ്പം ഞാൻ റെയിൽ മതത്തിൽ കംപ്ലയിൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് ഹൈ സ്പീഡ് റെയിൽ ബുള്ളറ്റ് ട്രെയിനിൻ്റെ വയഡക്റ്റാണിത്. ഇത് കുറച്ച് മുന്നിലായിട്ട് നമ്മുടെ മെയിൻ ലൈൻസിനെ ക്രോസ് ചെയ്ത് അഹമ്മദാബാദ് സ്റ്റേഷൻ മറ്റേ സൈഡിലേക്ക് പോകും. എൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടില്ല. ആണ് മണിനഗർ സ്റ്റേഷൻ. ഇവിടെയും റീഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇവിടെ പുറത്തൊരു MTS ബസ് സ്റ്റാൻഡ് ഉണ്ട്. MTS എന്ന് പറയുന്നത് അഹമ്മദാബാദ് മെട്രോ ട്രാൻസ്പോർട്ട് സർവീസ്. ഇവിടുത്തെ ലോക്കൽ മുനിസിപ്പാലിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്ന സിറ്റി ബസ് സർവീസാണ്. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഞാൻ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ അവിടുത്തെ മുനിസിപ്പാലിറ്റിയാണ് സിറ്റി ബസ് ഓടിക്കുന്നത്, അല്ലാണ്ട് അവിടുത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അല്ല സിറ്റി ബസ് ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിൽ എവിടെ ചെന്നാലും അവിടുത്തെ സിറ്റി ബസ് ഓടുന്നത് അവിടുത്തെ മുനിസിപ്പാലിറ്റി ആയിരിക്കും. ഇപ്പോൾ ബോംബെ ചെന്ന് കഴിഞ്ഞാൽ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ് BST ഓടിക്കുന്നത്. നവി മുംബൈയിൽ അതുപോലെ നവി മുംബൈ മുനിസിപ്പൽ ട്രാൻസ്പോർട്ട് ഉണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും മുനിസിപ്പൽ ട്രാൻസ്പോർട്ട് ഉണ്ട്. അവരാണ് സിറ്റി ബസ് ഓടിക്കുക. ഇൻ്റർസിറ്റി സർവീസുകളും ലോങ് ഡിസ്റ്റൻസും മാത്രമാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഓടിക്കുക. ഇവിടെയാണ് ഡീസൽ ലോക്കോ ഷെഡ്, ഇപ്പോഴത്തെ ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഉള്ളത്.
ഷെഡ് എവിടെയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും ഷെഡ് കാണാൻ പറ്റിയില്ല. ഇപ്രാവശ്യം ഷെഡ് കണ്ട ലക്ഷണമില്ല. ഇതാണ് തോന്നുന്നു ഷെഡ്. ആ, ഇതാണ് ഷെഡ്. ഇതാണ് പഴയ ഡീസൽ ലോക്കോ ഷെഡ് വട്ടുവ. ഇപ്പോൾ ഇലക്ട്രിക് ലോക്കോസാണ് മെയിനായിട്ട്. ലോക്കോ ഷെഡ് വട്ടുവ എന്നാണ് ഇപ്പോൾ പേര്. ഇതാണ് വട്ടുവ ലോക്കോ ഷെഡ്. അപ്പുറത്ത് കൂടെ പാരലൽ ആക്ഷൻ ഒരു ഫ്രൈറ്റ് പോകുന്നുണ്ട്. നമ്മൾ ഓടിച്ചിട്ട് പിടിക്കുമോ? കണ്ട അവിടെ ഒരു ഫ്രൈറ്റ് പോകുന്ന പാരലായിട്ട്. അത് മിഡ് ലൈൻ വഴിയാണ്. ഖേരാട്ട്പൂർ ആണെന്ന് തോന്നുന്നു യാർഡിൻ്റെ പേര്. ഇത് കഴിഞ്ഞിട്ടൊരു യാർഡ് വരും. അങ്ങനെ ഫ്ലൈറ്റ് നിന്നു. നമ്മൾ സ്പീഡ് പിടിച്ചു. ഫ്ലൈറ്റ് 31321 ഗോമോ ഷെഡിന് ലോക്കോ ആണ്. ഗരത്പൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനാണത്. ഗരത്പൂർ ഇവിടെ മുതൽ 130 km/h സെക്ഷനാണ് കേട്ടോ. ഇവിടെ മുതൽ നമ്മൾ ഇവിടം വരെയുള്ളൂ എഴച്ചിൽ. ഇവിടെ കഴിഞ്ഞ് നമുക്ക് ആ സിഗ്നൽ പച്ച കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 130 പറക്കും. ഇതാണ് ഗരത്പൂരിലെ എക്സിസ്റ്റിംഗ് സ്റ്റേഷൻ ബിൽഡിങ്. പുതിയൊരു സ്റ്റേഷൻ ബിൽഡിങ് നമ്മുടെ ബാക്കിൽ, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട്. ഇത് പഴയതാണ്. വണ്ടിയിലെ സ്നാക്സാണ്. പരിപ്പോടെയും കണ്ടിട്ടും ചായ. ഈ വാതിൽ അടച്ചിടാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ടി ചേട്ടൻ പറയുന്നത്. തുറന്നു തന്നെ വെക്കും എന്നാണ് അത് പറയുന്നത്. മറ്റേ ഇതിൽ റെയിൽ മതത്തിൽ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അവർ ടിക്ക് ഫോർവേഡ് ചെയ്യുന്നത് പറഞ്ഞു. ടി പറയുന്നത് ആ ഡോർ അടച്ചിടാൻ പറ്റില്ല, കാര്യം പാൻട്രിലാണ് തുറന്ന് കിടക്കും. അതിന് ആൾക്കാർ ഇപ്പുറത്ത് വന്ന് നോക്കട്ടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നാണ് ടി വയ്ക്കുന്നത്. അപ്പോൾ അതിനുള്ള പണി നമ്മൾ അടുത്ത സെറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിപ്പോൾ സെറ്റാക്കുന്നുണ്ട്. നമ്മൾ ഉത്തരസന്ത എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തിക്കുകയാണ്. എനിക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ യാത്രക്കാർ അത് അടച്ചിടണമെന്ന് എനിക്കിതില്ല. പക്ഷെ ഇപ്പുറത്ത് വന്ന് വൃത്തികേടാക്കുന്ന പരിപാടി നടപ്പിലാവില്ല. ഇപ്പുറത്തൊന്ന് വൃത്തികേടാക്കുക നടപ്പിലാവില്ല. അത് ശരിയല്ല. ഹൈ സ്പീഡ് റെയിൽവേ ലൈനാണ്. അഹമ്മദാബാദ് കഴിഞ്ഞപ്പോൾ വേറെ റൂട്ട് വഴി പോയതാണ്. ഇപ്പോൾ അത് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ വീണ്ടും ക്രോസ് ചെയ്ത് ലെഫ്റ്റിലോട്ട് പോകും. പിന്നെ വഡോദര എത്തുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും വേണം. നമ്മുടെ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോറിനെ നമ്മൾ ഇവിടെ വെച്ച് കണ്ടായിരുന്നു. നമ്മുടെ സാനന്ദിൽ വെച്ച് കണ്ടാണ്. ഇനി നമ്മൾ വഡോദര ആയിട്ട് വീണ്ടും കാണാം. അടഞ്ഞു കിടക്കുന്ന റെയിൽവേ ലൈനാണത്.
കഞ്ചേരി ബോരിയാവി എന്ന് പറഞ്ഞ സ്റ്റേഷനത്താണ്. ഇത് വടുത്താൾ സ്വാമിനാരായൺ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു ലൈനാണത്. അത് ഫങ്ഷനിലല്ല, അടഞ്ഞു കിടക്കുകയാണ്. ഈ സ്ട്രെച്ചിൽ എനിക്കൊന്ന് ബ്ലോക്ക് ആയിട്ട് ആദ്യത്തെ വണ്ടി വന്നു, നമ്മൾ പൊട്ടി പറക്കുന്നുണ്ടോ. ഓപ്പോസിറ്റ് ലൈനിൽ സ്പീഡ് റെസ്ട്രിക്ഷൻ എന്തുണ്ടെന്ന്, അപ്പോൾ അതൊക്കെയാണല്ലോ വരുന്നത്. Rapsan 30607. നമ്മുടെ അടുത്ത സ്കെഡ്യൂൾഡ് ഹോളത്തെ അനന്ത് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ വെണ്ടർമാർ പോയപ്പോൾ അത് അടച്ചിട്ടിട്ട് പോയി. കാര്യം ഞാൻ ഫോട്ടോ എടുക്കുന്ന ടി കണ്ടിട്ടുണ്ടാവും. ഞാൻ അയാൾ കാണുന്ന പോലെ നിന്ന് എൻ്റെ ഫോട്ടോ എടുത്തായിരുന്നു പരാതി കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ വെണ്ടർമാർ വരും, അങ്ങോട്ട് പോയപ്പോൾ തുറന്നു, തിരിച്ച് വരുമ്പോൾ അടച്ചിട്ട് പോയി, അടച്ച് കുറ്റിയിട്ടിട്ട് പോയി അതിൽ. അപ്പോൾ അറിയാഞ്ഞിട്ടല്ല, ഫ്രീ ആയിട്ട് വെള്ളവും ചായയും കിട്ടുന്നതിന് നന്ദി കാണിക്കുന്ന അയാൾ പബ്ലിക്കായിട്ട് പറയുക അടച്ചിടാൻ പറ്റില്ല അങ്ങനെയാണ്. നീ ആ ഡോറ് വീണ്ടും തുറന്നിട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പരാതി ഉറപ്പാണ്. ആനന്ദ് സ്റ്റേഷൻ എനിക്ക് ലെഫ്റ്റ് സൈഡ് കാണിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഒരു ട്രെയിനുണ്ട്. ട്രെയിൻ നമുക്ക് കാണിക്കണമല്ലോ. ക്രോസിംഗ് ഉണ്ട്. ആനന്ദിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു ലൈൻ പോകുന്നുണ്ട്. അത് ട്രയാങ്കിൾ ഷേപ്പാണ് സ്റ്റേഷൻ ഇരിക്കുന്നത്. ലെഫ്റ്റിലോട്ടുള്ള ലൈൻ പോകുന്നത് നമ്മുടെ ഗോദ്രയിലേക്കാണ്. ഇതാണ് ആനന്ദ് ജംഗ്ഷൻ. ചന്ദ്രകാച്ചിയുടെ 37212 ആണല്ലോ. അപ്പം ഹൗറ അഹമ്മദാബാദ് എക്സ്പ്രസ് എങ്ങാണ്ടാണ്. ഹൗറ അഹമ്മദാബാദ് എക്സ്പ്രസ് ഒരു ജീനാനായിരുന്നു. ആ ട്രെയിൻ കിടക്കുന്നത് ഗോദ്രയിൽ നിന്ന് വരുന്ന ലൈനിലാണ്. ഗോദ്രയിൽ നിന്ന് ടുവേർഡ്സ് അഹമ്മദാബാദ് ലൈനിലാണ് ആ ട്രെയിൻ കിടക്കുന്നത്. ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ലൈൻ അപ്പുറത്തുണ്ട്. അതായത് ഗോദ്രയിൽ നിന്ന് ടുവേർഡ്സ് വഡോദരയ്ക്കുള്ള ഒരു ലൈനുണ്ട് അപ്പുറത്ത്. അതിലും ട്രെയിനുകൾ നിൽക്കാറുണ്ട്. Number 1